ഋത്തുവിൻ്റെ പുതിയ TV-യിൽ ഋതു കാണുകയാണ്. നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാം. പോയിക്കോ. ഓക്കെ, താഴെ നമുക്ക് തിരിച്ചു പോവാം. ഋതുവിന് എന്നിട്ട് അംഗൻവാടിയിലാക്കിയാ പോരുന്നാല്. ഓക്കെ, വേഗം പറഞ്ഞോ എവിടെ പോണേ? ഋതുസിന്റെ വീട്ടിലെ TV എന്തായി പോയി? അങ്ങനെ ഋതുസ് പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലെ TV കേടായിട്ട് കുറച്ച് ദിവസങ്ങളായി. എന്തായാലും ഇനി പോകാൻ കഴിഞ്ഞിട്ട് നോക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു അവിടെ ചുവണ്ണൂർ TV വന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് പോയതായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ എത്തി. സെക്കൻഡ് ഷോറൂമാണത്. അങ്ങനെ അവിടെ ഉണ്ടോ നോക്കാനൊന്ന് കയറിയതാണ്. ഒരുപാട് സാധനങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. ചെറിയൊരു സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉള്ളൂ. എന്തായാലും നമുക്ക് പറ്റുന്ന വില കുറവും അവിടെ കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പം അവിടെ അവർ ചെക്ക് ചെയ്തിട്ടില്ലെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 40 to 43 റേഞ്ചിലാണ് ആ ഒരു സൈസ് ഉണ്ടായിരുന്നത്. പിന്നൊരു കാര്യം എന്താ വെച്ചാൽ അവർ വാറൻറ്റി പറയുന്നിട്ടില്ല. TV-ക്ക് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ ആണെങ്കിൽ വാറൻറ്റിയോട് കൂടി അവർ നമുക്ക് തരുന്നുണ്ട്. പക്ഷേ TV-ക്ക് അവർ വാറൻറ്റി പറയുന്നില്ല. അതുകൊണ്ട് തന്നെ TV വാങ്ങുമെന്ന് പറയുന്നത് കുറച്ച് ഹൈ റിസ്ക് ആയിട്ട് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ നമ്മൾ നോക്കാമെന്ന് പറഞ്ഞ് പോകുന്നതാണ്. പിന്നെ നമ്മൾ നേരെ നിക്ഷാനിലൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. നിക്ഷാനിലേക്ക് നേരെ വിട്ടു. അപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് അതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞതുകൊണ്ട് എന്തായാലും ഓഫേഴ്സ് ഉണ്ടാവുമെന്ന് വിചാരിച്ച് പോയതാണ്. അങ്ങനെ നോക്കാമെന്ന് വിചാരിച്ച് പോയി. അവിടുന്ന് കുറച്ച് മോഡൽസൊക്കെ നോക്കി. സാംസങ്, പാനസോണിക് ഇങ്ങനെ കുറച്ച് മോഡൽസ് നോക്കി. നമ്മളൊരാൾ പറഞ്ഞു തരാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരത്തിൻ്റെ തിരച്ചിലിടയിൽ നമ്മൾ സാംസങ് ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറെ എന്ന് വെച്ചാൽ നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്നതും പിന്നെ നല്ല മോഡലും അങ്ങനെ നോക്കിയെടുത്തതാണ് സാംസങ്. പിന്നെ നമ്മളിത് അതിൻ്റെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. പിന്നെ നമ്മളെ സ്ക്രാച്ച് കാർഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്ക്രാച്ച് കാർഡാണ് ഇപ്പോൾ ഋതുസ് എടുക്കുന്നത്. അതിലെന്താ കിട്ടുക എന്നുള്ളത് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ സ്ക്രാച്ച് കാർഡിൽ നമുക്ക് കിട്ടിയത് ഒരു നെക്ക് ബാൻഡ് ആയിരുന്നു. അറിയൂല എവിടെയാന്ന്. പൊന്നോ, ഒരു മിനിറ്റ്. അങ്ങനെ സ്ക്രാച്ച് ചെയ്തു നെക്ക് ബാൻഡ് കിട്ടി. പിന്നെ നമ്മളത് ഈ കൂപ്പൺ എഴുതിയിടുകയാണ്. ഓണം ഓഫേഴ്സാണ് ഇതെല്ലാം. കിട്ടുമെന്നറിയില്ല. എന്തായാലും ഈ 2 കൈ നോക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെ എഴുതിയിട്ടു. അങ്ങനെ ഇനി എന്താവും കിട്ടുക അവർ വിളിക്കുമായിരിക്കും. അപ്പം എന്തായാലും നമ്മൾ അത് അവർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ കയ്യിൽ വെക്കണോ? ഇത് വെച്ചേട്ടെ. നമ്മൾ ഋതുവിന്റെ സ്ക്രാച്ച് ചെയ്ത സാധനം മേടിക്കാൻ പോവാ അല്ലേ? കൊടുത്തോ? അങ്ങനെ ഞങ്ങൾ നെക്ക് ബാൻഡും വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഋതുസ് അവിടെ എടുത്ത് വെച്ച് കളിക്കുകയാണ്. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് ജ്യോതി അവിടെ ഉണ്ടായിരുന്നു. സർപ്രൈസ് ആയിട്ട് നമ്മൾ ജ്യോതിനെയും കണ്ടു. അപ്പം അവൾ ഫോൺ മേടിക്കാൻ വന്നതാണ്. അങ്ങനെ അവൾ ഫോൺ മേടിച്ചു. അവളും ഇതുപോലെ തന്നെ നെക്ക് ബാൻഡ് അവൾക്ക് കിട്ടി. പിന്നെ അതുപോലെ തന്നെ സ്ക്രാച്ച് ചെയ്തിട്ടൊരു സോസ് പാനാണ് അവൾക്ക് കിട്ടിയത്. അങ്ങനെ 3-4 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ നമുക്കിത് ഇവിടെ ഡെലിവറി ആയിട്ടുണ്ട്. അവർ ഡിസ്പാച്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളവിടെ വെച്ച് പോകുന്നത്. കാരണം നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ 4ാമത്തെ ദിവസമാണ് നമുക്കിത് വീട്ടിലേക്ക് എത്തിയത്. അപ്പം വീട്ടിലെത്തി കഴിഞ്ഞാൽ നമുക്കിതിന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റിങ്സിന് നമുക്ക് സാംസങ്ങിൻ്റെ ഓഫീസിൽ നിന്ന് ആൾ വരികയാണ് ചെയ്യുക. അങ്ങനെ അവിടുന്ന് ഷോറൂമിൽ നിന്ന് ആൾ വന്ന് ഇത് സെറ്റ് ചെയ്യാനുണ്ട് ഇനി. അങ്ങനെ നമ്മളിത് ഇന്ന് തിങ്കളാഴ്ചയായിരുന്നു. തിങ്കളാഴ്ച
നമ്മൾ പോവാന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. ആ ഒരു ടൈമിലാണ് അവർ വന്നത്. അപ്പം എന്തായാലും ഈ ഒരു സെറ്റിങ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോവാമെന്ന് വിചാരിച്ചു. എന്തായാലും ഈവനിങ് ആയി. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ട ടൈമൊക്കെ ആവും. അങ്ങനെ ദേ ആൾ വന്നിട്ടുണ്ട്. വന്നു. ഇനിയിപ്പം സെറ്റിങ്സും കാര്യങ്ങളെല്ലാം ചെയ്യണം. നമുക്ക് ഓൾറെഡി അവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ടി വി പണ്ട് വെച്ചിരുന്നത് ഒരു സ്റ്റാൻഡിൻ്റെ മുകളിൽ തന്നെയായിരുന്നു. അപ്പം അവിടെ തന്നെ ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുമ്പം നമുക്ക് പ്ലഗിൻ്റെ ഒക്കെ പ്രശ്നം വരും. അപ്പോൾ അവിടെ തന്നെ ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടു ആ സ്റ്റാൻഡിൻ്റെ മുകളിൽ തന്നെയാണ് ഈ പ്രാവശ്യം നമ്മൾ വെക്കുന്നത്. അങ്ങനെ അവരിതേ എല്ലാം കഴിഞ്ഞു ഫിറ്റ് ചെയ്യാണ്. ഫിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നു. റിമോട്ടിൻ്റെ എങ്ങനെയൊക്കെയാണെന്നുള്ളതും അതിൻ്റെ സെറ്റിങ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അവർ പറഞ്ഞു തന്നു. അങ്ങനെ കാത്തിരുന്ന റിത്തൂസിൻ്റെ ടി വിയും നമ്മുടെ വീട്ടിലെത്തി. അപ്പം ടി വി അവർക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ടേക്കാം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അങ്ങനെ ഇതേ സെറ്റിങ്സും വൈഫൈ കണക്ഷനും എല്ലാം കഴിഞ്ഞ് നമ്മുടെ ചാനൽ തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. റിത്തൂസും ആൾ ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.